പാരൻസിന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റിവാർഡ് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അറ്റൻഷനാണ്. കുട്ടികൾക്ക് അവരുടെ ഇമോഷണൽ പ്രശ്നങ്ങൾ, നീഡ്സ്, കാര്യങ്ങളൊക്കെ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾ കാണിക്കുന്ന പോസിറ്റീവ് ബിഹേവിയേഴ്സിൽ അവർക്ക് അറ്റൻഷൻ കൊടുക്കുക, അവർ കഥകളൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കുക, അവർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്പേസ് കൊടുക്കുക, അവരുടെ ഇൻട്രസ്റ്റസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് റിവാർഡ്സ്, റീഇൻഫോഴ്സ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അല്ലേ. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന അറ്റൻഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് കുട്ടികളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഡെവലപ്പായി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാം അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇന്ന് നമ്മുടെ റിലേഷൻഷിപ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്സിലും ഒക്കെ ഇപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എല്ലാ കുട്ടികളിലും ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രീ അറ്റാച്ച്മെൻറ്റ് സ്റ്റേജ്. പ്രീ അറ്റാച്ച്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബർത്ത് ടു 6 വീക്സ് വരെയുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു പ്രൈമറി കെയർ ഗിവറോടോ സെക്കൻഡറി കെയർ ഗിവറോടോ ഒന്നും ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 6 വീക്സ് മുതൽ 6 മന്ത്സ് വരെയുള്ള സമയമാണ്. ആ ഒരു സമയത്ത് കുട്ടിക്ക് പ്രൈമറി കെയർ ഗിവറോടും സെക്കൻഡറി കെയർ ഗിവറോടും ആയിരിക്കും ആ ഒരു അറ്റാച്ച്മെൻറ്റ് പ്രിഫറൻസ് കുട്ടി കൂടുതൽ കാണിക്കുന്നത്. പിന്നെ 7 മന്ത്സിന് കൂടുതലുള്ള സമയമാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് പ്രൈമറി കെയർ ഗിവറോടും സെക്കൻഡറി കെയർ ഗിവറോടും അതിൽ ഒരാളോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് കുട്ടി കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു സ്റ്റേജാണ്. നെക്സ്റ്റ് ആണ് 10 മന്ത്സിന് മുകളിലുള്ള കുട്ടികൾ. ആ കുട്ടികളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രൈമറി കെയർ ഗിവറെയും സെക്കൻഡറി കെയർ ഗിവറെയും എല്ലാവരെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും കൊടുക്കേണ്ട കൃത്യമായിട്ടുള്ള ബോണ്ട് അവർ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഓരോരുത്തരോടും ഡിഫറെൻ്റ് ആയിരിക്കും. അവർ കീപ്പ് ചെയ്യേണ്ട രീതിക്ക് തന്നെ അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഒരു 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കുട്ടികളിൽ കാണുന്ന അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ഈ ഒരു സ്റ്റൈലിൽ കുട്ടികൾ അവരുടെ പേരൻസുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഭയങ്കര ഇൻറ്റിമസി അവർ കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ അവർ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പേരൻസുമായിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് കുട്ടികൾ കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. കുട്ടികൾക്ക് അവരുടെ പേരൻസിൽ നിന്നും ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഡെവലപ്പ് ആവുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പേരൻസിൽ നിന്നും കൂടുതലായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല, അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർ ശ്രമിക്കില്ല. നെക്സ്റ്റ് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കെയർ ഗിവിങ് കിട്ടുന്നത് കൊണ്ടാണ് കുട്ടികളിൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഡെവലപ്പ് ആവുന്നത്. അവർ അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും അവർ ഓരോ റിലേഷൻഷിപ്പിൽ അവർ ബിഹേവ് ചെയ്യുക. കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും അവർ കൂടുതലും കാണിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് ആങ്ഷ്യസ് പ്രീഓക്യുപ്പൈഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. ഇതൊരു ഇൻസെക്യൂർഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. പേരൻസിൽ നിന്നും ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കെയർ ഗിവിങ് കിട്ടുന്നത് മൂലമാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഡെവലപ്പ് ആവുന്നത്. ഈ ഒരു കുട്ടികളിൽ ലേറ്റർ ലൈഫിൽ അവരുടെ റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ് ഇഷ്യൂസ്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, ലവ്, ഇതിലൊക്കെ അവർക്കൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികളിൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കാനുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ നീഡ്സ്, ഇമോഷൻസ്, ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ഓരോ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ബി എ ഗുഡ് പാരൻറ്റ്. ഹാവ് എ നൈസ് ഡേ.